ഇപ്പോൾ പുതിയൊരു തലം കൈവന്നിരിക്കുന്നു. നിയമസഭയിലെ ധനാഭ്യർത്ഥന ചർച്ചകളിൽ കാലങ്ങളായി പിന്തുടർന്നു പോകുന്ന കീഴ്വഴക്കങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് മന്ത്രി PA മുഹമ്മദ് റിയാസിന് നൽകിയ അസാധാരണമായ മുൻഗണന വെറും ഒരു സാങ്കേതിക തീരുമാനമായി കാണാൻ രാഷ്ട്രീയ നിരീക്ഷകർ തയ്യാറായില്ല. സഭയിലെ കീഴ്വഴക്കങ്ങൾ മാറുമ്പോൾ നിയമസഭയിലെ ബജറ്റ് സമ്മേളനത്തിന്റെ പ്രധാന ഭാഗമാണ് വകുപ്പുകൾ തിരിച്ചുള്ള ധനാഭ്യർത്ഥന ചർച്ചകൾ. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾക്കാണ് ചർച്ചകളിൽ മുൻഗണന ലഭിക്കാറുള്ളത്. ഭരണത്തലവൻ എന്ന നിലയിൽ സഭയിലെ ചർച്ചകൾക്ക് തുടക്കമിടുക എന്ന രീതിയാണ് പതിറ്റാണ്ടുകളായി കേരള നിയമസഭ പിന്തുടരുന്നത്. എന്നാൽ ഇത്തവണ നിയമസഭ കണ്ടത് വിസ്മയിപ്പിക്കുന്ന മാറ്റമാണ്. മുഖ്യമന്ത്രിയുടെ വകുപ്പുകളെ പിന്തള്ളിക്കൊണ്ട് ആദ്യ ദിവസം തന്നെ മന്ത്രി PA മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുന്ന പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകൾ ചർച്ചയ്ക്കെടുക്കാൻ തീരുമാനിച്ചു. ഒരു ജൂനിയർ മന്ത്രിക്ക്, പ്രത്യേകിച്ചും രണ്ടാം പിണറായി സർക്കാരിൽ മാത്രം മന്ത്രിസഭയിലെത്തിയ ഒരാൾക്ക് ഇത്തരമൊരു പ്രാധാന്യം നൽകുന്നത് സഭയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ഇത് കേവലം സമയക്രമീകരണത്തിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോഴും ഇതിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ട വളരെ വ്യക്തമാണ്. CPM എന്ന പാർട്ടിയിൽ സീനിയോറിറ്റിയിലും പ്രവർത്തന പരിചയവും എന്നും വലിയ മാനദണ്ഡങ്ങൾ ഉള്ളതാണ്. നിലവിൽ മന്ത്രിസഭ പരിശോധിച്ചാൽ P. രാജീവ്, MP രാജേഷ്, KN ബാലഗോപാൽ തുടങ്ങിയവർ പാർട്ടി സംഘടനാ രംഗത്തും ഭരണരംഗത്തും വലിയ പാരമ്പര്യമുള്ളവരാണ്. SFI മുതൽ പാർട്ടി സെന്റർ വരെയുള്ള പ്രവർത്തന പരിചയം, പാർലമെന്ററി രംഗത്തെ മികവും ഇവർക്കുണ്ട്. എന്നാൽ ഇവരെല്ലാവരും ഇരിക്കെ PA മുഹമ്മദ് റിയാസിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത് പാർട്ടിക്കുള്ളിലെ അധികാര സമവാക്യങ്ങൾ മാറുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ്.